അടുത്ത് നിൽക്കുന്നവർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം നിന്റെ അകം നീ എങ്ങനെ ശുദ്ധമാക്കും എന്നതാണ്. എന്താണ് ചോദ്യം? നിന്റെ അകം എങ്ങനെ നീ ശുദ്ധമാക്കും? നമുക്കറിയാം പുറം എങ്ങനെ ശുദ്ധമാക്കണം എന്ന് നമുക്കറിയാം. അകം എങ്ങനെ ശുദ്ധമാക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ്. അകം ശുദ്ധമാക്കുന്നതിനുള്ള ഔഷധമാണ് സുവിശേഷം. കൈയടിച്ച് നന്ദി പറയാം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, രക്ഷിക്കപ്പെടുന്നവർക്കും ശിക്ഷിക്കപ്പെടുന്നവർക്കും സുവിശേഷം കർത്താവിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് നയിക്കുന്ന ശക്തിയാണ് സുവിശേഷം. നമ്മുടെ അകം ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് രക്ഷ ഉണ്ടാകുന്നത്. അപ്പോൾ ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് അകം ശുദ്ധമാക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധയുള്ളവരാകുക എന്നാണ്. നമ്മുടെ അകത്ത് പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട്. ഒരു ഉദാഹരണത്തിന്, നിഷേധാത്മകമായ ചിന്തകൾ. ഒരാൾ ചിന്തിക്കുകയാണ്, ഒന്നും ശരിയാവുകയില്ല, ഇതൊന്നും ശരിയാവില്ല. അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അകത്തിൻ്റെ അഴുക്കാണ്. അല്ലെങ്കിൽ ഒരാൾ വളരെ വലിയ നിരാശയിലാണ്, ദുഃഖത്തിലാണ്, ഭയം, അത് അകത്തിൻ്റെ അഴുക്കാണ്. ഭയങ്കര പേടിയാണ്, എല്ലാറ്റിനോടും പേടിയാണ്. അല്ലെങ്കിൽ വെറുപ്പ്, വിദ്വേഷം, ഇത് അകത്തിൻ്റെ അഴുക്കാണ്. ഈ അകത്തിൻ്റെ അഴുക്ക് വിട്ടുമാറണമെങ്കിൽ പൗലോസ് പറയാണ്, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ശക്തിയാണ്. അകത്തിൻ്റെ അഴുക്ക് മാറുന്നതിനെയാണ് രക്ഷ എന്ന് വിളിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള അകത്തിലുള്ള എന്താണ് അഴുക്ക് എന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ഹൃദയത്തിന്, ഈശോയുടെ ഹൃദയത്തിന് ചേരാത്തതെന്തോ അതാണ് അഴുക്ക്. അപ്പോൾ അഴുക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഈശോയാണ്, ഈശോയുടെ പ്രകാശം. അതാണ് സുവിശേഷം. ഈശോ ആരാണ് എന്നതാണ് സുവിശേഷം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ സുവിശേഷം നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന, നമ്മുടെ ഉള്ളിലുള്ള അഴുക്ക് മാറ്റി അഴുക്കില്ലാത്ത അവസ്ഥയിലേക്ക്, രക്ഷയിലേക്ക് നയിക്കുന്ന ശക്തിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അഴുക്ക് മാറ്റേണ്ടത്? ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിച്ച്, ഈശോയുടെ സ്നേഹം സ്വീകരിച്ച്, ഈശോയുടെ കൃപ സ്വീകരിച്ച്, ഈശോയുടെ ജ്ഞാനം സ്വീകരിച്ച്, ഈശോയുടെ സ്നേഹം സ്വീകരിച്ച്, ഈശോയെ കൊണ്ടൊരാൾ നിറയുമ്പോഴാണ് അയാളുടെ ഉള്ളിലുള്ള അഴുക്ക് മാറുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഈ ഭൂമിയിലുള്ള മറ്റൊരു സാധനം കൊണ്ടും ഉള്ളിലുള്ള അസ്വസ്ഥതകളുടെ അഴുക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല. ഈശോ ഉള്ളിൽ നിറയുകയും ഈശോയുടെ ഹൃദയം, നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആവുകയും ചെയ്യുമ്പോഴാണ് പൂർണ്ണമായിട്ടും അഴുക്ക് മാറിയ അവസ്ഥ ഉണ്ടാകുന്നത്. പൂർണ്ണമായ അഴുക്ക് മാറിയ അവസ്ഥയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അമ്മ തെരേസയ്ക്ക് പൂർണ്ണമായി ഈശോയുടെ ഹൃദയം തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചു. അവരുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ജ്വലിക്കുന്ന ഹൃദയമായി മാറി, മുറിവേറ്റ ഹൃദയമായി മാറി. ഹല്ലേലൂയ. നമുക്കിന്ന് ഈ ബലിയർപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ തിരുനാൾ ദിവസങ്ങളിൽ ഈ ബലിയർപ്പിക്കുമ്പോൾ, അമ്മ തെരേസ്യ എപ്രകാരമാണ് ഈശോയുടെ ഹൃദയം പൂർണ്ണമായി തൻ്റെ ഹൃദയത്തിലാക്കിയത്, തൻ്റെ ഉള്ളിലാക്കിയത്, അതുപോലെ നമുക്കും ഈശോയുടെ ഹൃദയം പൂർണ്ണമായി സ്വന്തമാക്കി അകത്ത് അഴുക്കില്ലാത്തവരും, ഇരുട്ടില്ലാത്തവരും, വഞ്ചനയില്ലാത്തവരും, കപടതയില്ലാത്തവരും, അശുദ്ധിയില്ലാത്തവരും, അഹങ്കാരമില്ലാത്തവരും ഒക്കെ ആയിത്തീരാൻ വേണ്ടി വളരെ തീക്ഷ്ണതയോടുകൂടെ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, വളരെ പ്രത്യേകമായി നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടന്ന അഴുക്കുകൾ, ഈശോയുടെ ഹൃദയത്തിന് ചേരാത്ത നിലപാടുകൾ, അവയൊക്കെ ഓർത്ത് അനുദപിച്ച് കരങ്ങൾ ഉയർത്തി
21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,